CSR ഫണ്ടിന്റെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ ഇരകളായത് ഭൂരിഭാഗം സാധാരണക്കാർ. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളും അവയുടെ പരിചയക്കാരായ കോർഡിനേറ്റർമാരും വഴിയാണ് തട്ടിപ്പിന് ഇരയായവർ പണം നൽകിയത്. അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായി തട്ടിപ്പിന് കളമൊരുക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇരകളായവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ആദ്യഘട്ടത്തിൽ പണം അടച്ചവർക്ക് പാതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെയുള്ളവ നൽകി. തുടർന്നുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ ആളുകളെ പദ്ധതിയിൽ ചേർക്കാനായി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുകയും അതത് പ്രദേശങ്ങളിൽ നിന്ന് തന്നെ കോർഡിനേറ്റർമാരെ നിയമിക്കുകയും ചെയ്തു. മുൻപ് പണം അടച്ചവർക്ക് സാധനങ്ങൾ കിട്ടിയെന്നതും പറഞ്ഞ് നാട്ടുകാരായ കോർഡിനേറ്റർമാർ വന്നപ്പോൾ തങ്ങൾ ഇതിൽ പെട്ടുപോകുകയായിരുന്നുവെന്ന് ഇരകളായവർ പറയുന്നു. ഇത് വണ്ടി കിട്ടിയത് കൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് വണ്ടി കൊടുക്കാൻ തന്നെ മുമ്പോട്ട് വന്നത്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഷാമിനാക്കി ചോദിച്ച് ബന്ധമില്ലാതെ പറഞ്ഞു. ഞാനും എന്റെ മോളും ഇച്ചിരി കഷ്ടപ്പെട്ടാണ് കൊടുത്തതാണ്. അതിന് ഒരു പോക്കുവരവിന് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്വന്തം ആവശ്യത്തിനെ കൊണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സ്വർണ്ണം കൊണ്ട് പണയം വെച്ചിട്ടാണ് ആ കൊച്ചു കൊണ്ടുപോയിട്ടത്. വീട് മുഖേനയാണ് അപേക്ഷ കൊടുത്തത്. അപേക്ഷ കൊടുത്തിട്ട് ഒരു നടപടി ഇതുവരെയായിട്ടുണ്ടായില്ല. പല പ്രാവശ്യം ഞങ്ങൾ റീഫണ്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞ് മടക്കി അയക്കുക ചെയ്തിരുന്നത്. പോയിട്ടുണ്ട്, ഒത്തിരി പേരുടെ പോയിട്ടുണ്ട്. ഉണ്ടാക്കുന്ന പൈസയല്ലേ, നമുക്ക് അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? നമ്മളൊരു പകുതി വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫുൾ വില കൊടുത്ത് മേടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പകുതി വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്തത്. ഇപ്പൊ ഇത്ര വലിയ തട്ടിപ്പ് നടക്കും നമുക്ക് അറിയില്ലായിരുന്നു. സ്വന്തം നാടായ കുടയത്തൂരിലും ഇയാൾ ഓഫീസ് തുറന്നിരുന്നു. ഒന്നിലേറെ സ്റ്റാഫുകൾ ജോലി ചെയ്തിരുന്ന ഈ ഓഫീസ് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഓഫീസിന് സമീപമുള്ള പലരും ഇയാളുടെ തട്ടിപ്പിനിരയായി. തട്ടിപ്പ് നടത്തിയത് പകുതി വിലയ്ക്ക് വാഹനം ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞപ്പോൾ ഇവിടെ ഓഫീസാണ്, ആൾക്കാരൊക്കെ വരുന്നു, ഇവിടെ ഹിയറിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് വന്ന് ഹിയറിംഗ് ഒക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ താഴെ തന്നെ കടകളിൽ ചേർന്നൊക്കെ വണ്ടി കിട്ടിയായിരുന്നു. ഇവിടെ അറിവിലും 3-4 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് കൊടുത്തത്. ഇതിന്റെ അറിഞ്ഞ അപേക്ഷ വെച്ചത് പ്രകാരം എന്റെ മോളുടെയും കൂടി തന്നെ 1 ലക്ഷം രൂപ പോയി. പിന്നെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ആയിട്ട് ഒരു 6 ലക്ഷം രൂപ പോയിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുത്തതുൾപ്പെടെ അനന്തകൃഷ്ണനെതിരെ മുൻപും കേസുകൾ ഉണ്ടായിരുന്നു. 25 ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിന്റെ പേരിൽ കോടതിയിൽ കേസ് കിടപ്പുണ്ട്. പക്ഷെ ആ പൈസ കൊടുക്കുന്നത് കോട്ടമല എസ്റ്റേറ്റ്, അതുപോലെ മൗലാന അബ്ദുൽ കലാം ഹോസ്പിറ്റല്, ഈ മുതലായവ ഏതോ ഒരാള് സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വിഹിതം കൊടുത്താൽ അപ്പൊ ഇതിന്റെ വീടിന്റെ റൂഫിംഗ് നടന്നിട്ടില്ല, പിന്നെ ഫ്ലോറിംഗ് നടന്നിട്ടില്ല, പ്ലംബിംഗ് നടന്നിട്ടില്ല, ഇതിന്റെ പെങ്ങളെ കെട്ടിച്ചിട്ടില്ല, കുറെ സ്വർണ്ണം ഉണ്ടാക്കണം, ഇതിന് ജോലിയില്ല, ഇതിനൊരു വാഹനം വേണം, ഇതിന്റെ വീട്ടിലോട്ടുള്ള വഴി വാങ്ങണം, ഇതിന് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഒരു ജോലി കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് സാധാരണ തോന്നി നമ്മളിതിനെ സഹായിച്ചതാണ്. വളരെ കഷ്ടപ്പെട്ട് സഹായിച്ചതാണ്. നിലവിൽ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്ത തുക 1000 കോടിയും കടക്കുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ ഇത് ഉയർന്നേക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.